ஹலோ கைஸ், வெல்கம் பேக் டு another வீடியோ. இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம நுணுக்களி மூவி சீன் 5 தான் இன்னைக்கு வந்து ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா சீன் 4 வரைக்கும் நம்ம ரியாக்ட் பண்ணி அப்லோட் பண்ணியிருக்கோம். ஒரு ஃபஸ்ட்டு ஒரு 2 சீன் 3 சீன் தான் வந்து ரியாக்ட் பண்ணோம். அதுக்கப்புறம் வந்து பார்த்தீங்கன்னா வாழா மூவி, அடுத்தடுத்து வந்து பார்த்தீங்கன்னா வெவ்வேறு மூவி வந்து ரியாக்ட் பண்ணதுனால வந்து நுணுக்குழி வந்து கண்டினியூ பண்ண முடியல. அதனால சரி வந்து என்னடா மூவி வந்து பண்ணலாம் அப்படின்னு சொல்லிட்டு யோசனையாக இருந்துச்சு. சரி இந்த மூவியை நம்ம வந்து கண்டினியூ பண்ணி இதை வந்து முடிச்சிருவோம் அப்படின்னு சொல்லிட்டு அதில் வந்து என்ன அப்படின்னா அந்த நம்ம முதல்ல வந்து பார்த்தீங்கன்னா அந்த பாசில் ஜோசப்க்கு வந்து பார்த்தீங்கன்னா ஃபுல் மூவி நம்ம இந்த இது ரியாக்ட் பண்ணுறோம். நல்லா இருந்துச்சு. அந்த ஒரு ஹாஸ்பிட்டல் காமெடி வந்து நல்லா இருந்துச்சு. சரி அடுத்து என்ன சீன் வரப்போன்னு சொல்லிட்டு வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள பார்த்துக்கு முன்னாடி இன்னும் நீங்கள் நம்ம சேனல் சப்ஸ்கிரைப் பண்ணால் கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். மறக்காம இந்த வீடியோக்கு லைக் பண்ணுங்கள். இப்போ வாங்க வீடியோக்குள்ள போகலாம். അപ്പൊ നീയാണ് ആ ഫ്ലാറ്റിന്റെ മതിലിയാടി കേറിയത്? എന്തിനാണ് കയറിയത്? ഞാൻ ഒരാളെ കാണാൻ പോയതാ സാർ. അതിനെന്തിനാണ് മതിലിയാടി പോകുന്നത്? നേരെ വഴിയിലൂടെ പൊക്കൂടാ MD. മോഷ്ടിക്കാൻ കയറിയപ്പോ നിന്നെ പിടിക്കുന്നായപ്പോഴല്ലേ നീ അവളുടെ ഫ്ലാറ്റിൽ കയറി ആത്മഹത്യ നോക്കിയല്ലോ? ഞാനോ? ആരാണ് ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരുടെ മൊഴിയിലുണ്ട്. മോഷണത്തിനിടെ താൻ അവരുടെ ഫ്ലാറ്റിൽ ചെന്നെന്നും അവിടെ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നും. എന്തിനാ രശ്മി ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. നമുക്ക് രണ്ടുപേർക്ക് അറിഞ്ഞൂടെ? ആ പെൺകുട്ടിയുടെ ഫ്ലാറ്റിൽ പോയിട്ട് ഒരു ഡ്രിങ്ക് കഴിച്ചെന്നുള്ളത് സത്യമാണ്. കുറച്ച് കഴിഞ്ഞാൽ അസ്വസ്ഥ തോന്നിയപ്പോ ഞാൻ ഇങ്ങോട്ട് പോകും. സാറേ, ആൾക്കാർ കള്ളനെ ഓടിക്കുന്ന ബഹളം കേട്ട് ഞാൻ വെളിയിലേക്ക് പോയി ഇങ്ങനെ ഓടി അകത്ത് കയറിയതാ. പറയണ്ട. എടാ കള്ള പന്നി, ഒരു പരിചയമില്ലാത്ത സ്ത്രീ, അതും അവളുടെ ഭർത്താവില്ലാത്ത നേരത്ത് നിന്നെ ഫ്ലാറ്റിൽ വിളിച്ചു കയറ്റി ഒരു ഡ്രിങ്ക് തന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനും വേണ്ടി മാത്രം മണ്ടനല്ലടാ ഞാൻ. മണ്ടനല്ല. നീ വിശ്വസിക്കും? ഒരു മണ്ടന്മാരും വിശ്വസിക്കില്ല സാർ. സാറേ, ഞങ്ങൾക്ക് ഇവനെ പരിചയമൊന്നുമില്ല. ഈ മോഷണ കേസിൽ നിന്ന് ഒഴിവാനുള്ള ഇവന്റെ അടവായത്. താങ്കൾക്ക് എന്നെ അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. രശ്മിതയ്ക്ക് എന്നെ അറിയാം. രശ്മിത പറഞ്ഞിട്ടാ ഞാൻ ആ ഫ്ലാറ്റിൽ പോയത്. മെയിൻ ഗേറ്റ് വഴി വരണ്ടെന്ന് പറഞ്ഞത് രശ്മിതയാ. അയ്യോ, ഞാൻ ചോദിച്ചോളാം. പഠിച്ച കള്ളനാ കേട്ടോ. വകുപ്പൊക്കെ ഇട്ട് ഇവനെയൊക്കെ പൂട്ടിയത്. ഇടം വരെ നിലി അതങ്ങ് പൂട്ടിയേക്കാൻ സാറേ. അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് സാർ? ഡിവോഴ്സ് കേസിന്റെ വിഷമത്തിലാണെന്ന് രശ്മിത വിളിച്ച് പറഞ്ഞപ്പോ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ സഹായിക്കാൻ ചെന്നാണോ ഞാൻ ചെയ്തിട്ട്? അല്ല, ഇയാളുടെ ഹസ്ബൻഡ് പുറത്തു പോയിരിക്കാന്നാണല്ലോ നേരത്തെ പറഞ്ഞത്. കുറെ കാലമായിട്ട് പുറത്താണ് സാറേ. ഇവർ രണ്ടുപേരും പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. പക്ഷെ രണ്ടും രണ്ട് ജാതിയാ. ആ ജാതിയുടെ പേരിൽ ഇവന്റെ വീട്ടുകാർക്ക് കോംപ്ലക്സ് വളർന്നാണ് ഇപ്പൊ ഡിവോഴ്സിലെത്തി നിൽക്കുന്നത്. അപ്പോ അവർ ഇതിനല്ല. അല്ല, ഫ്രണ്ടാണ്. ഇവർക്ക് 1 ലക്ഷത്തിന്റെ മേലെ ശമ്പളം ഉണ്ടായിരുന്നു അങ്ങ് ഐപ്രോയിൽ. ഇവന്റെ വീട്ടുകാരുടെ പ്രഷർ കാരണം രാജിവെക്കേണ്ട വന്നു. ഇപ്പൊ ചെറിയ ജോലിയാ. 30,000 പോലും ശമ്പളമില്ല. പോരാത്തതിന് വീട്ടുകാരുടെ സപ്പോർട്ടും ഇല്ല. വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ലക്ഷ്മി ഇടക്കിടക്ക് എന്നെ ഫ്ലാറ്റിലേക്ക് വിളിക്കാറുണ്ട്. ഇവൻ ഈ പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ? സാറേ, ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ സത്യം സാറാ. ജോലിയുടെ കാര്യം പറഞ്ഞത് സത്യം. രണ്ട് സത്യം. എന്തോ സാറേ? സാറേ, ഞാനിതെല്ലാം രഞ്ജിയോട് സംസാരിക്കുന്നു. ഇവനെ കട്ടിലടി കിടന്ന സാർ ഇവരിതെല്ലാം കേട്ടത്. അതങ്ങനെ അവര് പരിചയമില്ലാത്ത ഒരുത്തൻ ഇയാളുടെ കട്ടിലടി വരുന്നത്? അത് സാർ ശരിക്കും സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 ഓപ്ഷൻസ് കഴിഞ്ഞു. സാർ പ്ലീസ് സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കും. ഇല്ല സാർ, ഒരു ലൈഫിലും കൊടുക്കും സാർ. എന്നാ പറ. സാറേ, ആൾക്കാർ ഇവനെ ഓടിച്ചപ്പം ഇവൻ എന്റെ ഫ്ലാറ്റിൽ കയറി എന്റെ കട്ടിലടി ഒളിച്ചിരുന്നപ്പോൾ സാർ ഇതെല്ലാം കട്ടിലടി ഒളിച്ചിരുന്നപ്പോഴാണ് സാർ ഇതെല്ലാം കേട്ടത്. അതിനു മുമ്പ് ഞാൻ ഒഴിച്ചു വെച്ചിട്ട് ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചു. പക്ഷെ അതിനകത്ത് പോയിസൺ ഉണ്ടായിരുന്നു സാർ. വരുന്നു പുതിയ കഥ. ഇയാൾക്ക് വല്ല തിരക്കഥ വല്ല എഴുതാൻ പോക്കൂടെ? രശ്മിയാണ് സാർ എനിക്ക് ഡ്രിങ്ക് ഒഴിച്ചത്. ഇല്ല സാർ, സുരേഷ് പറയുന്നത് സത്യം. ആത്മഹത്യ നമ്മുടെ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ താനെന്ത് പറഞ്ഞു? പോയി ചെയ്തിട്ട് വരാനോ? അയ്യോ, രശ്മി ചെയ്യില്ലേ എന്ന് പറഞ്ഞു. അയ്യോ, വലിയ ആശ്വാസമായി പോയി. ബ്യൂട്ടി പാർലറിൽ പോകുന്ന കാര്യമാണല്ലോ ചോദിച്ചത്. അതാണെന്താ സാർ, ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിട്ട് മാറിയല്ലോ. ഇതെല്ലാം കൂടെ എഴുതി കോടതി കൊണ്ടുകൊടുത്ത ആ ജഡ്ജി എന്റെ തന്തയ്ക്ക് വിളിക്കണം. ശരിയാണ് സാർ. അതെ, നീ ഇരുന്ന് ഓരോ കഥയായിട്ട് തരംതിരിക്കും. നിനക്കായിരുന്നല്ലോ വലിയ നിർബന്ധം ലൈഫ് ടൈം കൊടുക്കാൻ. സാർ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? എനിക്ക് തോന്നുന്നത് ഇതൊന്നും യഥാർത്ഥ കഥ. ഇതുവരെയുള്ള കഥയൊന്നും പോരാഞ്ഞിട്ട് നിന്റെ വക വേറൊരു കഥ. ഇതിൽ കൺഫ്യൂഷൻ ആവാൻ മാത്രമേ എന്തുള്ളത്. രശ്മിതനെ കാണാൻ ചെന്നപ്പോ ഫ്ലാറ്റ് മാറിപ്പോയി. അതിനുള്ള പ്രശ്നം. ഇതിൽ കേസ് ആവാനൊന്നുമില്ല. അത് നിന്റെ അവസരം. പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ലല്ലോ.
ഇവർക്ക് തന്നെ അറിയില്ലെന്നല്ലേ പറയുന്നത്. സാർ ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ട് കണ്ടു. ഇത് കൊള്ളാം. പക്ഷെ അത് ഇയാളുടെയാണ്. ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിന്റെ ടീഷർട്ട് ഒരു അന്യപുരുഷൻ എടുത്തു കൊടുക്കുന്ന കാര്യം എന്താണ്? അത് ഞാൻ അല്ലെങ്കിൽ തന്നെ ഞാൻ ആ ഫ്ലാറ്റിലേക്ക് വെറുതെ പോയതാണെങ്കിൽ ഞാൻ എന്തിനാണ് സാർ അവിടെ പോയി ആ ഡ്രസ്സ് പറഞ്ഞ കാര്യം? എന്റെ ഷർട്ട് ലക്ഷ്മി സാർ ഫ്ലാറ്റ് കിടപ്പുണ്ട്, സാറിന് വേണേ പോയി നോക്കാം. ഡേയ്, ഇത് നിന്റെ ടീഷർട്ടാണോ? ഡേയ്, ഇവൻ തെളിവ് സഹിതാ പറയുന്നത്. പിന്നെ നീ എങ്ങനെയാണ് ആ വിഷം കഴിച്ചത്? മദ്യത്തിൽ എങ്ങനെയാണ് വിഷം വന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സാർ. പക്ഷെ എനിക്കതിൽ പരാതിയൊന്നുമില്ല. ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചതാണെന്ന് തന്നെ നിങ്ങൾ കേസെടുത്തു. എല്ലാം തീരട്ടെ. ഈ ചെറിയ കാലത്തിൽ തന്നെ എന്റെ രശ്മി ഒരുപാട് അനുഭവിച്ചു. ഇനി വേണ്ട. അയ്യ, തീരട്ടെ എല്ലാം. എബി പറഞ്ഞ എല്ലാം ശരിയാണ് സർ. അയ്യോ, കുറച്ച് നാളായി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്. അയ്യോ, പറയട്ടെ. ഡിവോഴ്സ് കേസിൽ എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ രഞ്ജിയുടെ ഫ്രണ്ട് ഡോക്ടർ ജയദേവൻ മൊഴി കൊടുത്തിരുന്നു. സങ്കടം സഹിക്കാൻ പറ്റാതെ ഞാൻ എബിയും കൂട്ടി അയാളുടെ ക്ലിനിക്ക് ചോദിക്കാൻ ചെന്നു. തർക്കത്തിനിടയിൽ എബിയുടെ കൈകൊണ്ട് അയാൾ കൊല്ലപ്പെട്ടു സർ. അയ്യോ, ഞാൻ പറയുന്നില്ല, സത്യമാണ് രഞ്ജി. അതിനുശേഷം ഫ്ലാറ്റിൽ വന്ന് എബിയായിട്ട് തർക്കം ഉണ്ടായി. എന്നാ പിന്നെ ഇത് ഇങ്ങനെയെല്ലാം തീരട്ടെ എന്ന് കരുതി ഞാനാണ് സാർ മദ്യത്തിൽ വിഷം ചേർത്തത്. സാറേ ഇവിടെ ദേഷ്യം വന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നത്. സാറേ ഞാൻ നേരത്തെ പറഞ്ഞത് മൊത്തം കള്ളമാണ്. എനിക്ക് പെണ്ണുപിള്ളെ അറിയത്തോലുമില്ല. ഞാൻ വേറൊരു ആവശ്യത്തിനാ ഫ്ലാറ്റിൽ പോയതാണ്. ആൾക്കാരോട് കട്ടിലിന്റെ അടി കയറിയത് കേട്ട കാര്യങ്ങളെ ഞാൻ ഞങ്ങളായിട്ട് വണ്ടി കളിപ്പിച്ചിട്ട് സക്കറിയ പുഴുക്കുതൽ സക്കറിയുള്ള പോലാണ് പുഴുക്കുതൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ എംഡിയാണ്. സത്യമായിട്ട് നീ ആരുടെ മോനെ എന്തോടാ? ഞങ്ങൾ പോലീസുകാർക്ക് കള്ളം പറയാൻ നോക്കുന്നു. ഈ പൂഴിക്കുന്നിൽ സക്രിയ എന്ന് പറഞ്ഞ ആളിനെ എനിക്കറിയാം. പുള്ളി മരിച്ചുപോയി. സമൂഹത്തിൽ നിലയം വരെയുള്ള വലിയ കുടുംബക്കാരൻ. എന്താടാ ദോശ കാണിക്കുന്ന? നീ പിന്നെ എന്തിനാടേ ഒളിച്ചും പാത്തും ഒക്കെ അവിടെ പോയത്? എനിക്കത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാൻ പറ്റില്ല സാർ. ഞാൻ സാറിന്റെ അടുത്ത് മാത്രമായിട്ട് പറയും. പ്ലീസ് സാർ, പ്ലീസ്. നിങ്ങൾ എല്ലാരും ഒന്ന് വെളിയിൽ പോയേ. എന്താ സാർ? ഞാൻ വെളിയിൽ പോ. പുതിയൊരു കഥ ഇവിടെ ഉണ്ടോ? പുതിയൊരു കഥ പറ, കേക്കട്ടെ. സ്വന്തം തുണ്ടുപടമിട്ട് കാണുന്നവനെ ആദ്യമായിട്ടാ കാണുന്നത്, അതും ഭാര്യയുടെ കൂടെ ഉള്ളത്. എന്തൊരു ദാരിദ്ര്യമാണ്. നീ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? 3 മാസം. 3 മാസം. ഇതൊക്കെ ആക്രാന്തം കൊണ്ട് ചെയ്യുന്നതാണോ അതോ പണ്ടേ നിന്റെ കയ്യിലിരിപ്പിങ്ങനെയാണോ? അല്ല സാർ. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. സാറേ ഞാൻ എന്ത് വേണേ ചെയ്യാം. ഇതിനൊന്ന് ഊരിത്താ. ഊരി തരാം. പക്ഷെ എനിക്കൊരു 10 ലക്ഷം രൂപ തരണം. സാർ തരും. നാളെ രാവിലെ സാറിനെ വീട്ടിൽ കൊണ്ടു തരും. ഇത് വല്ലതും നടക്കൂടെ? പൂഴിക്കുന്നിൽ സക്കറിയുടെ മോനാണ് ഈ പറയുന്നത്. എനിക്കൊരൊറ്റ വാക്കേ ഉള്ളൂ. ഒരു 15 ചോദിക്കായിരുന്നു. എന്താ സാർ? അല്ല, ഞാൻ ഒരു ഫോൺ ചെയ്യട്ടെ. പിന്നെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയുക, നീ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. നിന്റെ ഭാവിക്ക് വേണ്ടിയാ. ഹലോ ചേട്ടാ, കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നേരം, എന്താ വരാത്തെ? നീ പിള്ളേരോട് പറഞ്ഞിട്ട് ഒരു 10-15 ലക്ഷം രൂപ വില വരുന്ന ഒരു കാർ നോക്കി വെക്കാൻ പറ. കാറോ? സത്യമാണോ? നമ്മൾ പുതിയ കാർ വാങ്ങിക്കാൻ പോണോ? ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ആ ശരി ശരി. എടാ, നമ്മള് പുതിയ കാർ വാങ്ങിക്കാൻ പോവാന്ന്. ഇതെല്ലാം നടക്കുവോ? വാക്കാണല്ലോ. ആ രശ്മിത ഇപ്പൊ നോർമൽ ആയല്ലോ. നേരത്തെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന് വല്ല ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട് സാർ. അന്നേരം ഞാൻ ഭയങ്കര പാനിക്കായിരുന്നു. എനിക്ക് തോന്നി അന്തം വിട്ട പ്രതി എന്ത് ചെയ്യുമെന്ന്. ഞങ്ങളെ പോലീസുകാരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര കൂളാണ് സാർ. സാറിനോടെല്ലാം തുറന്നു പറഞ്ഞപ്പം എന്റെ മനസ്സൊന്ന് ശാന്തായി. മതി കൊച്ചവരിട്ട് പണി കൊടുത്തത്. ഇവനെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കേസ് അങ്ങ് ക്ലോസ് ചെയ്യാം. അല്ല, താൻ ആദ്യം പറഞ്ഞ സംഭവം
ഇവൻ എന്തോ ഉടായ്പിന് കയറിയതാ ഫ്ലാറ്റില്. അത് ഞങ്ങള് കണ്ടുപിടിച്ചോളാം. താൻ ആളൊരു മിടിക്കുക. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരാളെ കൊന്നെന്ന് വെറുതെ ആണെങ്കിലും പറഞ്ഞപ്പോഴുണ്ടല്ലോ ഇവൻ വിറച്ചുപോയി. സാർ ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്തതിനെ കൊന്നത്. എവിടുന്ന് കിട്ടിയടേ ഇതിനെ? സാറേ അതൊരു വലിയ കഥയാ. ഒന്ന് പോടേ. ഒരാളെ കൊന്നെന്ന് പറയുന്നത് തമാശയാണോ? അതിന് തെളിവായിട്ട് മിനിമം ഒരു സാധനം വേണം. ഡെഡ് ബോഡി. ഞാൻ തമാശ പറഞ്ഞൊന്നും അല്ല. ജയദേവന്റെ ഡെഡ് ബോഡി അയാളുടെ ക്ലിനിക്കിൽ കിടപ്പുണ്ട്. എന്തെങ്കിലും കുഴപ്പമായ മറ്റേ ക്യാഷിന്റെ ഓഫർ ഇല്ല കേട്ടോ സാറേ. ഇതൊക്കെ രശ്മിയുടെ ഒരു തോന്നലാ. ഇതിന് മുന്നേ ഹലൂസിനേഷൻ ഉണ്ടായിട്ട് ഇതേപോലത്തെ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. ഓ, അതാണ് കാര്യമല്ലേ? എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? കാണിക്കണം. ഒരു ചേട്ടന്റെ സ്ഥാനത്ത് എന്ന് പറയുകയാണ്. എത്രയും വേഗം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം. അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. രഞ്ജിനകത്ത് ഇടപെടാൻ നിൽക്കണ്ട. പിന്നെ നീ എന്നെ വിളിച്ചു നോക്കി. സാർ ഇത് അവിടം വരെ പോയി നോക്കുന്നതാണ് നല്ലത്. രഞ്ജി, എന്നെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ വിളിച്ചത്, അല്ലാണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാനല്ല. ഒന്ന് ചിന്തിക്കാനും സമ്മതിക്കില്ലേ? ഹലോ. ഹലോ. ചേട്ടാ, പിള്ളേർ 2-3 വണ്ടികൾ നോക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാ. പക്ഷെ 20 ആക്കേണ്ടി വരും. നിന്റെ അമ്മമ്മയുടെ 20 വെച്ചിട്ട് പൊടി. ഇതെന്താ സാറിന് ഞാൻ പറഞ്ഞത് വിശ്വാസമല്ലേ? സാറ് പറഞ്ഞോ, ഞാൻ മീഡിയക്കാരോട് പറഞ്ഞോളാം. സാറേ ഇത് കുഴപ്പം പിടിച്ച കേസാണ്. ഇതിന് ടെൻഷൻ കൂടിയിട്ട് സാറും കൂടെ ചേർന്നാണ് കൊലപാതകം ചെയ്തെന്ന് ഈ കൊച്ചി ഏതെങ്കിലും മീഡിയക്കാരോട് പറഞ്ഞാൽ അത് പ്രശ്നമാവും സാറേ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതൊരു സിനിമയല്ലേ? ആയിക്കോട്ടെ, ആ സിനിമ കൊച്ചു കണ്ടിട്ടുണ്ടെങ്കിലോ? ഒരു ക്രൈം നടന്നാൽ അത് അവിടെ പോയി അന്വേഷിക്കേണ്ടത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കടമയാണ്. അവിടെ വരെ പോകല്ലേ? സന്തോഷേ സാർ, എല്ലാത്തിനെയും തള്ളി വണ്ടി കയറ്റി. അയ്യോ വാതിലൊക്കെ തുറന്നു കിടക്കുന്നത്. We should catch them red-handed. ആരാ? ഇവിടെ ആരുമില്ല. സാറിന് ക്ലിനിക്ക് മാറിപ്പോ. ഞാൻ അപ്പോളേ പറഞ്ഞില്ലേ ചേച്ചി, ടൈപ്പ് ഒന്നും അല്ലാതെ അവൻ വെറുതെ ഇവൻ നോക്ക് അവിടെ ഒരുത്തം വെള്ളം അടിച്ച് ഫിറ്റായിട്ട് ഇതാരാ? സാറേ അവനാണോ ഇവൻ? ഇവനാണ് അവൻ. ആരോ നല്ല പണി കൊടുത്തു പോയിരിക്കുക. അനക്കൊന്നുമില്ലല്ലോ. ശാന്തോ? അയ്യോ ശ്വാസം കൊണ്ട് ചത്തിട്ടില്ല. ഒരു പ്രതികാരത്തിന് വരുമ്പോ ചോര കാണുന്ന നല്ല ശകുനമല്ലേ? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അസല് കോഴിയാ. നല്ല ഒന്നാന്തര ഗിരിരാജ. ദൈവമുണ്ട് ബാബകൃഷ്ണൻ. എനിക്കിത് മതി. അവന് ബേഷായിട്ട് കിട്ടിയല്ലോ. ഇയാൾ എവിടത്തെ ഹീറോ ആണ്? വല്ലവനും വന്ന് പണിതിട്ട് പോയത് കണ്ടിട്ടാണോ നമ്മള് സന്തോഷിക്കേണ്ടത്? നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തതിന്റെ ഒരു തൃപ്തി വേണ്ടേ? നമ്മളിനി എന്ത് ചെയ്യാനാ? അവന് കിട്ടേണ്ടത് കിട്ടിയല്ലോ. അതുപോലെ ഇയാൾക്ക് എന്ത് ബിസിനസ്സാ സാറേ? ഇയാൾക്ക് ഈ ഷോർട്ട് ഫിലിമിന്റെ ഒക്കെ പരിപാടിയാ. പക്ഷെ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. സാറേ ഈ ബോഡി കൊണ്ടുപോയി ആംബുലൻസ് വിളിക്കണ്ടേ? അത് അവിടെ ചെന്ന് നോക്കിയിട്ട് പോരെ സാധനം എന്താ? അല്ലെ പിന്നെ വെറുതെ ആയാലോ? ഒരിക്കലും വെറുതെ ആവില്ല സാർ. സമയം കളയണമെങ്കിൽ ഇപ്പോഴേ വിളിച്ചോ. എന്നാ സ്റ്റേഷനിൽ നിന്ന് 2-3 പേരും കൂടി വരാൻ പറയാം. അല്ലേ സാറേ? അതെന്തിനാ? അല്ല, FIR ഇട്ട് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. മാത്രമല്ല കളക്ഷൻ ഓഫ് എവിഡൻസ് വീടിപ്പത് പണിയാ സാറേ. ക്രൈം സീൻ ലോക്ക് ചെയ്യണം, 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തണം. ഇതെല്ലാം കൂടെ പറഞ്ഞ് അവനെ പേടിപ്പിക്കാണ്. എന്റെ പൊന്നു സാറേ, ഈ പെണ്ണുമ്പോൾ ഇല്ലാത്ത കഥകളെ കൊണ്ടൊക്കെ പറയുന്ന സ്ത്രീയാണ് അവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് സാർ എന്തിനാണ് ഈ കള്ളക്കഥയ്ക്ക് വിശ്വസിക്കുന്നത്? അയ്യോ നമ്മളിപ്പോ അങ്ങോട്ടാണല്ലോ പോകുന്നത്. പറഞ്ഞത് ശരിയാണല്ലോ, നോക്കാമല്ലോ.